أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും നേടിയെടുക്കാനാവുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പുണ്യകരമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒത്തുചേർന്നതിനെയും തുടർന്ന് നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളെയും കാരുണ്യവാനായ നാഥൻ പരിപൂർണ ഇഖ്ലാസോടുകൂടിയുള്ള നിഫാഖിന്റെയും റിയാഇന്റെയും അംശങ്ങളെ ശാത്ത സൽക്കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മൂന്നാമത്തെ കഥ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഖളിർ അലൈഹിസ്സലാമിനെ കുറിച്ചും ഉള്ളതാണ്. ആദ്യത്തെ രണ്ട് കഥകൾ നമ്മൾ പറഞ്ഞതുപോലെ ഗുഹാവാസികളുടേതും ഇരട്ടത്തോട്ടങ്ങളുടെ ഉടമയും അദ്ദേഹത്തിന്റെ സുഹൃത്തും തമ്മിലുള്ള കഥയുമാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന കഥ അതിന്റെ തുടക്കം ഹദീസുകളിൽ വന്നതനുസരിച്ച് ഇങ്ങനെയാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഈ ഭൂമിയിൽ എന്നെക്കാൾ അറിവുള്ള ജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ചില ഹദീസുകളിൽ വന്നതനുസരിച്ച് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രഭാഷണത്തെ തുടർന്ന്, ഒരു ഖുതുബയെ തുടർന്ന് അവർ വല്ലാതെ ആ പ്രഭാഷണത്തിൽ വിസ്മയപ്പെടുകയും അവരിൽ ഒരാൾ മൂസാ നബി അലൈഹിസ്സലാമയോട് ഈ ഭൂമിയിൽ താങ്കളെക്കാൾ അറിവുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ്. ആ ചോദ്യത്തിന് ഭൂമിയിൽ തന്റെ അറിവിൽ അല്ലാഹുവിൽ നിന്ന് വഹ്യ് ലഭിക്കുന്ന മറ്റ് പ്രവാചകന്മാരില്ല എന്ന ധാരണയിൽ മൂസാ നബി അലൈഹിസ്സലാം ഇല്ല, ഭൂമിയിൽ ഏറ്റവും അറിവുള്ളയാൾ ഞാനാണ് എന്ന് പറഞ്ഞുവെന്ന്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ അങ്ങനെ പറഞ്ഞുപോയതിൽ മനസ്താപമുണ്ടാവുകയും അതിനെ തുടർന്ന് അല്ലാഹുവോട് അദ്ദേഹം ചോദിച്ചതുമാണ്. അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞുപോയതിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ആക്ഷേപമുണ്ടാവുകയും
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് താങ്കൾ വിചാരിച്ചതുപോലെയല്ല, താങ്കളെക്കാൾ ഇൽമുള്ളയാൾ ഈ ഭൂമിയിൽ വേറെയുണ്ട് എന്ന് പറയുകയും ചെയ്തതാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയോട് താങ്കളെക്കാൾ അറിവ് നൽകപ്പെട്ട മറ്റൊരാൾ ഇന്നാലിന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെക്കുറിച്ച് വിവരമറിയിക്കുകയും അവിടേക്ക് മൂസാ നബി അലൈഹിസ്സലാമക്ക് വഴി കാണിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹിസ്സലാം എങ്കിൽ അയാളെക്കുറിച്ച്, അയാൾ എവിടെയാണ്, അയാളിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരണമെന്ന് അല്ലാഹുവോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ തെരഞ്ഞ് ആ ജ്ഞാനമുള്ള മനുഷ്യനെ തേടി, ആ ആലിമിനെ തേടി, അയാളിൽ നിന്ന് അയാൾക്ക് സവിശേഷമായി നൽകപ്പെട്ടിട്ടുള്ള ജ്ഞാനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ശിഷ്യനായ സുഹൃത്തായ യൂശഅ ഇബ്നു നൂനിനെയും ചേർത്ത് നടത്തിയ യാത്രയെക്കുറിച്ച്, ആ യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ കഥ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ കഥ പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ കഥ പറയുന്നത് എന്നതിലേക്ക് സവിശേഷമായി സൂചന നൽകുന്നുണ്ട്. അതിന്റെ മുമ്പുള്ള 3 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ അല്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അതിനെ അവഗണിച്ചു തള്ളുകയും വിസ്മരിച്ചു കളയുകയും ചെയ്തവരെക്കാൾ അക്രമിയായി മറ്റാരാണുള്ളത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകളോട്, അല്ലാഹുവിന്റെ ആയത്തുകൾ എന്ന് പറയുന്നത് വിവരത്തിന്റെ പ്രഥമ സ്രോതസ്സാണ്. മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമുള്ള വിജ്ഞാനങ്ങളുടെയും അറിവുകളുടെയും പ്രാഥമികമായ സോഴ്സ് അല്ലാഹുവിൽ നിന്ന് വഹിയായി ലഭിക്കുന്ന അല്ലാഹുവിന്റെ ആയത്തുകൾ ആണ് എന്നതാണ് ഇസ്ലാമിക സങ്കല്പം. അങ്ങനെ അറിവിന്റെ ആദ്യ സ്രോതസ് നൽകപ്പെടുകയും അത് ഉത്ബോധിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും അതിന് നേരെ മുഖം കൊടുക്കാതെ, അതിൽ നിന്ന് മുഖം തിരിച്ച് അവഗണിച്ച് വഴിമാറിപ്പോയവൻ, അവനേക്കാൾ സ്വന്തത്തോടും അതുപോലെ തന്നെ ആ ദൃഷ്ടാന്തങ്ങൾ, ആ ആയത്തുകൾ നൽകിയ അല്ലാഹുവോടും അക്രമം കാണിക്കുന്നവർ മറ്റാരുമില്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ള നിഷേധികൾ, ആ നിഷേധികൾ ഈ ഭൂമിയിൽ ആധിപത്യം പുലരുകയും അവർക്ക് മേധാവിത്വം ഉണ്ടാവുകയും പലപ്പോഴും ആളുകൾ നോക്കി കാണുമ്പോൾ അവർക്കാണ് വിജയങ്ങൾ ഉണ്ടാകുന്നത്, അവർക്കാണ് ആധിപത്യം ഉണ്ടാകുന്നത്, അവർക്കാണ് അധികാരങ്ങൾ കൈവരുന്നത്, അവർ ഇച്ഛിക്കുന്ന വഴിയെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവരുടെ കുതന്ത്രങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത് എന്ന തോന്നലുണ്ടാകും എന്നത് ശരിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, താങ്കളുടെ നാഥൻ പക്ഷേ എല്ലാം പൊറുക്കുന്നവനും ഏറെ പൊറുക്കുന്നവനും സൃഷ്ടികളോട് കാരുണ്യമുള്ളവനുമാണ്. അതുകൊണ്ട് അവൻ കാലതാമസം ചെയ്യുകയാണ്, അവസരങ്ങൾ നൽകുകയാണ്. പശ്ചാത്തപിക്കുന്നവരുണ്ടെങ്കിൽ, അക്രമത്തിൽ നിന്ന് പിന്മാറുന്നവരുണ്ടെങ്കിൽ പിന്മാറിക്കൊള്ളട്ടെ, മടങ്ങിക്കൊള്ളട്ടെ, അതിനുള്ള അവസരം ലഭിച്ചുകൊള്ളട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അല്ലാഹുവിന്റെ റഹ്മത്തുമൊക്കെ നേടിയെടുത്ത് വിജയപാതയിലേക്ക് തിരിച്ചു വന്നുകൊള്ളട്ടെ എന്ന് കരുതി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുവെക്കുന്നതാണ്. ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. യഥാർത്ഥത്തിൽ അല്ലാഹു അവരുടെ കുറ്റങ്ങൾ കാരണമായി, അവരുടെ അക്രമം കാരണമായി അവരെയെങ്ങാനും പിടികൂടാൻ തീരുമാനിച്ചാൽ അല്ലാഹു അവർക്കുള്ള ശിക്ഷ വേഗത്തിലാക്കുമായിരുന്നു, എളുപ്പത്തിലുള്ളതാക്കുമായിരുന്നു.
ബൽ ലഹും മൗഇദുൻ, പക്ഷേ അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇദ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അക്രമികൾക്ക് ഒട്ടും തന്നെ രക്ഷപ്പെടാനുള്ള വഴികളുണ്ടാവുകയില്ല. അവർക്ക് ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് വന്നു ചേരുന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ തടയാൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ തടയാൻ അവർക്ക് ഒരു പ്രതിരോധ മാർഗവും ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്രയെത്ര പട്ടണങ്ങളാണ്, എത്രയെത്ര മനുഷ്യ സമൂഹങ്ങളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും, ചരിത്രത്തിൽ താങ്കൾക്ക് കാണാൻ കഴിയുന്ന ആ ജനസമൂഹങ്ങളൊക്കെയും അതിനെയൊക്കെയും നാം നശിപ്പിച്ചു കളഞ്ഞതാണ്. ലമ്മാ വലമു, അവർ അക്രമം പ്രവർത്തിച്ചപ്പോ, ഭൂമിയിൽ അക്രമവും അനീതിയും ചെയ്തപ്പോ നാം നശിപ്പിച്ചു കളഞ്ഞതാണ് അവരെയൊക്കെയും. പക്ഷേ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവരുടെയൊക്കെ നാശത്തിന് നാം ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അക്രമം പ്രവർത്തിക്കുക, ഉടനെ ശിക്ഷയുണ്ടാവുക എന്നതല്ല സംഭവിക്കുക. അക്രമികൾക്ക് നാം ഒരു അവധി നിശ്ചയിക്കും. ആ അവധി വരെ അവരുടെ വഴിയിൽ കാര്യങ്ങൾ നീങ്ങും. അതിനുശേഷം ആ അവധിയെത്തുമ്പോൾ പിടികൂടപ്പെടും. ഇങ്ങനെ ജനസമൂഹങ്ങളുടെ പതനത്തെക്കുറിച്ച് ചരിത്രത്തിൽ, ജനസമൂഹങ്ങളുടെ പതനത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ സുന്നത്ത് പറഞ്ഞതിന് ശേഷം ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമും ഖളിറും തമ്മിലുള്ള സംഭവം ഉദ്ധരിക്കുന്നത്. ആ സംഭവത്തിൽ ഉള്ളത് കാര്യവും അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ആ സംഭവത്തിന്റെ ആകെ ഉള്ളടക്കം എന്ന് പറയുന്നത്, കഥ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ തുടങ്ങുന്നത് രണ്ട് സമുദ്രങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇടം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളിറിനെ കണ്ടെത്താനുള്ള ഇടമായി മൂസാ നബി അലൈഹിസ്സലാമക്ക് പറഞ്ഞു കൊടുത്തത്. അവിടെ എത്തിയാൽ നിശ്ചിതമായ ചില അടയാളങ്ങൾ പ്രകടമായാൽ അവിടെ ഖളിറിനെ തെരഞ്ഞുകൊള്ളുക. ആ ആലിമായ മനുഷ്യനെ, താങ്കളെക്കാൾ നാം സവിശേഷമായി ഇൽമ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അയാളെ തെരഞ്ഞുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ മൂസ കൂടെയുള്ള യൂഷഅനോട്, ഞാൻ യാത്ര പുറപ്പെടുകയാണ്, എന്റെ കൂടെ നീയും വരണം, വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്ര മജ്മഉൽ ബഹ്റൈനിൽ, ആ രണ്ട് സമുദ്രങ്ങൾ ഒന്നിച്ചു ചേരുന്നിടത്ത് എത്തുന്നതുവരെ, ലക്ഷ്യത്തിലെത്തുന്നതുവരെ ആ യാത്ര തുടരും. ഇല്ലെങ്കിൽ എത്ര കാലമാണോ അതിനാവശ്യമാകുന്നത്, അത് വർഷങ്ങളോളം എടുത്താലും ആ ആലിമിനെ കണ്ടെത്തുവോളം, അയാൾക്ക് സവിശേഷമായി നൽകപ്പെട്ടിട്ടുള്ള ഇൽമ് അയാളിൽ നിന്ന് പഠിച്ചെടുക്കാൻ അവസരമുണ്ടാകുന്നതുവരെ എന്ത് ത്യാഗങ്ങൾ സഹിച്ചും, എത്ര കാലത്തെ യാത്ര ആവശ്യമായി വന്നാലും, കാത്തിരിപ്പ് ആവശ്യമായി വന്നാലും ഈ യാത്ര തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയും ആ മജ്മഉൽ ബഹ്റൈനിന്റെ സമീപത്ത് എത്തിയ സമയത്ത് കൈവശം കഴിക്കാൻ പാചകം ചെയ്ത് കൈവശം കരുതിയിരുന്ന, സൂക്ഷിച്ചു കരുതിയിരുന്ന മത്സ്യം അത്ഭുതകരമായി കുട്ടയിൽ നിന്ന് പുറത്തു ചാടി സമുദ്രത്തിലേക്ക് കടന്ന് അവിടെ ഊളിയിട്ട് നീന്തിപ്പോവുകയും ചെയ്തു എന്നതാണ്. ഇക്കാര്യം മൂസാ നബി അലൈഹിസ്സലാമയോട് സമയത്ത് അറിയിക്കുവാൻ കൂടെയുണ്ടായിരുന്ന ഭൃത്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ യൂഷ മറന്നുപോവുകയും പിന്നീടും ഒരൽപ്പം കൂടി മുന്നോട്ട് പോയതിനു ശേഷം ദീർഘമായ യാത്രയിൽ ക്ഷീണം വന്നിരിക്കുന്നു, വിശപ്പ് ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണമെടുക്ക് നമുക്ക് കഴിക്കാൻ എന്ന് പറയുമ്പോഴാണ് യൂഷ മൂസാ നബി അലൈഹിസ്സലാമയോട് ഉണ്ടായ സംഭവങ്ങൾ പറയുന്നത്. വളരെ വിസ്മയകരമായി, അത്ഭുതകരമായ രീതിയിൽ കഴിക്കാൻ പാകപ്പെടുത്തി കുട്ടയിലാക്കി വെച്ചിരുന്ന മത്സ്യം ജീവൻ വെച്ച് കുട്ടയിൽ നിന്ന് പുറത്തു ചാടുകയും സമുദ്രത്തിലേക്ക് എടുത്തു ചാടി സമുദ്രത്തിൽ ഊളിയിട്ട് നീന്തിപ്പോവുകയും ചെയ്ത കാര്യം മൂസാ പ്രവാചകനോട് യൂഷ പറയുന്നത് ആ സമയത്താണ്. അപ്പോൾ വിശപ്പിന്റെ കാഠിന്യത്തിൽ, ഭക്ഷിക്കാനുള്ള ഭക്ഷണം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ, വ്യസനത്തിൽ, അതിന്റെ ദേഷ്യത്തിൽ
യൂഷഅനോട് കയർക്കുന്നതിന് പകരം വളരെ സന്തോഷത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം ഇത് തന്നെയാണ് നാം ആഗ്രഹിച്ചിരുന്ന, നാം കൊതിക്കുന്ന വേള ഇത് തന്നെയാണ്, ഇതിനു വേണ്ടിയാണ് ഇത്രയും യാത്ര ചെയ്ത് കാത്തുനിന്നത്, ഇത് തന്നെയാണ് അടയാളം. അങ്ങനെ വന്ന വഴികളിലൂടെ തിരിച്ചു നടക്കുകയും ആ സ്ഥലത്തെത്തി അവിടെ തെരഞ്ഞ് ഖളിറിനെ കണ്ടെത്തുകയും ചെയ്തു എന്നതാണ്. അതിനുശേഷം വളരെ ഭവ്യതയിൽ മൂസാ നബി അലൈഹിസ്സലാം ഖാല ലഹു മൂസ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ, ഖളിറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അവർ തിരിച്ചു നടന്നു ചെന്ന ഇടത്ത് ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഖളിറിന്റെ സവിശേഷതയായി, ക്വാളിറ്റിയായി അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഉബൂദിയ്യത്താണ്. ജ്ഞാനമുള്ള മനുഷ്യന്റെ ഒന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് അയാൾക്ക് ലഭ്യമായിട്ടുള്ള സവിശേഷമായ ജ്ഞാനത്തിലൂടെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അയാൾ അല്ലാഹുവിന് വിധേയപ്പെടുകയും ചെയ്യുമെന്നതാണ്. ജ്ഞാനമുണ്ടായാൽ ഒന്നാമതായി മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് വരികയാണ് ചെയ്യുക, അല്ലാഹുവിന്റെ അടിമത്തം അംഗീകരിക്കുകയാണ് ചെയ്യുക. കാരണം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായ സത്യം അതാണ് അല്ലാഹുവിന്റെ ഉടമസ്ഥത, അല്ലാഹുവിന്റെ പരമാധികാരം, അല്ലാഹുവിന്റെ യജമാനത്വം. അതിന് കീഴിൽ സകലതും അല്ലാഹുവിന്റെ സൃഷ്ടികൾ. ഈ യാഥാർത്ഥ്യമാണ് ജ്ഞാന തേട്ടത്തിലൂടെ ഒന്നാമതായി മനുഷ്യൻ തിരിച്ചറിയുന്ന കാര്യം. അപ്പോ ഉബൂദിയ്യത്ത്, അള്ളാന്റെ അബ്ദായ ഒരാളെ അവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ആതൈനാഹു റഹ്മത്തൻ, അദ്ദേഹം ആലിമാണ്, മൂസയേക്കാൾ അദ്ദേഹത്തിന് ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന്റെ സവിശേഷതയായി പറയുന്നത് ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള സവിശേഷമായ റഹ്മത്ത് നാം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം എന്തുകൊണ്ടങ്ങനെ ആലിമായി എന്നതിന്റെ ഉത്തരം ഇൽമ് നേടാനുള്ള, ഇൽമ് സ്വായത്തമാക്കാനുള്ള, ഇൽമ് ലഭ്യമാവാനുള്ള അടിസ്ഥാനപരമായ ഉപാധി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവുക എന്നതാണ്. അള്ളാഹിന്റെ റഹ്മത്തിലൂടെയാണ് ജ്ഞാനസമ്പാദനം, ജ്ഞാനനേട്ടം സാധ്യമാവുക എന്ന പാഠമാണ് അതിനുള്ളത്. എന്നിട്ട് പറയുന്നത് വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, ആ കാരുണ്യത്തിന്റെ ഭാഗമായി നാം നമ്മുടെ അടുക്കൽ നിന്നുള്ള സവിശേഷമായ ചില ജ്ഞാനങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ചില വിജ്ഞാനങ്ങൾ, ചില അറിവുകൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. ഇൽമുകൾ, ആ ഇൽമുകൾ രണ്ടു തരത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ ശകലം വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അൽ ഇൽമുൽ മുക്തസബ് ആണ്. മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്റെ കഴിവുകൾ കൊണ്ട്, തന്റെ ശേഷി കൊണ്ട് അധ്വാന പരിശ്രമങ്ങൾ ചെലവഴിച്ച് നേടിയെടുക്കുന്ന ഇൽമ്, അത് ഇൽമുകളുടെ കൂട്ടത്തിൽ ഒരിനമാണ്. പക്ഷേ അതിനപ്പുറത്ത് സവിശേഷമായ ഇൽമിന്റെ മറ്റൊരു ഇനം എന്ന് പറയുന്നത് അൽ ഇൽമുൽ ലദുന്നി എന്ന് പറയുന്നതാണ്. മിൻ ലദുന്നി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മിൻ ലദൈന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതിൽ നിന്ന്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭ്യമാകുന്ന ഇൽമ്, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് മനുഷ്യന്റെ അധ്വാന പരിശ്രമങ്ങളുടെ നതീജ, അതിന്റെ ഫലം എന്നതിനപ്പുറത്ത് അള്ളാഹുവിന്റെ സവിശേഷമായ തീരുമാനപ്രകാരം അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന ഇൽമ്, അത് വളരെ പ്രധാനപ്പെട്ട ഇൽമിൽ വളരെ അടിസ്ഥാനപരമായ ജ്ഞാനമാണത്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അങ്ങനെ സവിശേഷമായി വഹയിന്റെ രൂപത്തിൽ ലഭ്യമാകുന്ന ജ്ഞാനമാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും അടിസ്ഥാനം എന്ന പാഠം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. മൂസാ നബി അലൈഹി സ്വലാം അള്ളാന്റെ പ്രവാചകനാണ്, അറിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ചില തഫ്സീറുകളിൽ മൂസാ നബി അലൈഹി സ്വലാം വന്ന് ഖളിറിനോട് സലാം പറഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കുന്നിടത്ത് നിന്ന് ഖളിർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് താങ്കൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൂസയാണ് എന്ന് പറഞ്ഞു. മൂസയാണെന്ന് പറഞ്ഞപ്പോൾ ഖളിർ തിരിച്ചു ചോദിച്ചു, മൂസ ഇബ്നു ഇമ്രാൻ നബിയുള്ള
ഇമ്രാന്റെ മകൻ അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസയാണോ എന്ന് ഖളിർ മൂസാ നബി അലൈഹി സ്വലാമെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ ലോകത്തെ അള്ളാഹു നിയോഗിച്ച ആ സമയത്തുള്ള പ്രവാചകൻ, ആ പ്രവാചകനായ മനുഷ്യനാണ് തനിക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത സവിശേഷമായ ചില ഇൽമ്. അതിന്റെ അർത്ഥം എല്ലാ തലങ്ങളിലും മൂസയേക്കാൾ ഖളിർ ജ്ഞാനമുള്ളയാളായിരുന്നു എന്നതല്ല. പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടിരുന്ന ജ്ഞാനങ്ങളിൽ നല്ല ഒരളവ് ഖളിറിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഖളിറിന് നൽകപ്പെട്ട ചില വിവരങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടിരുന്നില്ല എന്ന വ്യത്യാസമാണ് ഉണ്ടായത്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം തനിക്കില്ലാത്ത ഒരു ഇൽമ്, തനിക്കില്ലാത്ത ചില ജ്ഞാനങ്ങൾ മറ്റൊരാൾക്ക് അള്ളാഹു സവിശേഷമായി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ഇൽമ് നേടിയെടുക്കാനുള്ള സതുദ്ദേശത്തിൽ തലബുൽ ഇൽമിന്റെ മാർഗത്തിൽ, വിജ്ഞാന തേട്ടത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ വളരെ മര്യാദയോടുകൂടി അദബോടുകൂടി ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ മൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ, താങ്കൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് സവിശേഷമായി നൽകപ്പെട്ടിട്ടുള്ള ജ്ഞാനങ്ങൾ എനിക്ക് പകർന്നു തരാൻ വേണ്ടി ഞാൻ അങ്ങയെ പിന്തുടർന്നു കൊള്ളട്ടെയോ എന്ന് മൂസാ നബി അലൈഹി സ്വലാം അനുമതി ചോദിക്കുകയാണ്. അപ്പോൾ ഗുരുവിന്റെ മറുപടി, താങ്കൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ കഴിയില്ല, എന്നെ പിൻപറ്റാൻ കഴിയില്ല, അതിന് മാത്രം സ്വബർ താങ്കൾക്കുണ്ടാവുകയില്ല എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമയോട് ഖളിർ നബി പറയുന്നത്. അത് നൽകുന്ന സൂചന, ഒന്നാമത് വിജ്ഞാന തേട്ടം എന്ന് പറയുന്നത് അദബുള്ളവർക്ക് പണിഞ്ഞ പണിയാണ്. ഇൽമിനെയും ആ ഇൽമ് പകർന്നു തരുന്ന ഗുരുനാഥന്മാരെയും ഇൽമുള്ളവരെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവരോട് മര്യാദപൂർവ്വം പെരുമാറാനും കഴിയുന്നവർക്ക് മാത്രം അത് വിജ്ഞാന തേട്ടത്തിന്റെ പ്രാഥമികമായ യോഗ്യതയാണ്, പ്രാഥമികമായ മര്യാദയാണ്. ആ മര്യാദയോടുകൂടി ആണ് ഇൽമ് തേടേണ്ടത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖളിർ അലൈഹിസ്സലാം പറയുന്നതിൽ നിന്ന് ഇൽമ് തേടുക, ഇൽമ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ സ്വബർ ആവശ്യമുള്ള കാര്യമാണ്. അത് വളരെ എളുപ്പത്തിലുള്ള പണിയല്ല. ഒരിക്കലും ഇൽമ് നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വരികയില്ല. നിങ്ങൾ ഇൽമിനെ തേടി അങ്ങോട്ട് ചെല്ലുകയല്ലാതെ ഇൽമിന് നേടാൻ മറ്റു വഴികളില്ല എന്ന ആപ്തവാക്യം അറബി ഭാഷയിലുണ്ട്. അതേപോലെ തന്നെ നീ നിന്റെ മുഴുവനായും ഇൽമിന് വേണ്ടി സമർപ്പിച്ചാലല്ലാതെ ഇൽമ് അതിൽ നിന്ന് കുറച്ച് നിനക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ മുഴുവനായി സമർപ്പിച്ചാൽ തന്നെയും ഇൽമിൽ നിന്ന് കുറച്ചാണ് ലഭ്യമാവുക എന്നതാണ് അതിന്റെ പാഠം. അതുകൊണ്ട് ഖളിർ പറയുന്നത് താങ്കൾക്ക് അതിനുള്ള ക്ഷമയുണ്ടാവുകയില്ല. ഖളിർ അതിന്റെ ന്യായം പറയുന്നത് താങ്കൾക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തിൽ ആ അറിവില്ലായ്മ വെച്ച് താങ്കൾക്ക് എങ്ങനെയാണ് സ്വബർ പുലർത്താൻ കഴിയുക എന്നതാണ്. ജീവിത വിജയത്തിന്റെ നിദാനമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളിൽ ഒന്ന് തഖ്വയും മറ്റൊന്ന് സ്വബറുമാണ്. പക്ഷേ ഈ സ്വബർ എന്ന് പറയുന്നത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിവരമുള്ളവർ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന വിവേകത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്വബർ എന്ന് പറയുന്നത്. അത് കേവലം മാപ്പുസാക്ഷിത്വവും കേവലം സഹനവും ക്ഷമയുമല്ല സ്വബർ എന്ന് പറയുന്നത്. സബർ എന്ന് പറഞ്ഞാൽ ഒരു മാർഗത്തിൽ, ഒരു പാതയിൽ അടിയുറച്ചു നിൽക്കുന്നതിന്റെ പേരാണ്. ആ അടിയുറപ്പ് കിട്ടണമെങ്കിൽ ജ്ഞാനമുണ്ടാവണം, വിവരമുണ്ടാവണം. വിവരമില്ലെങ്കിൽ കാലുകൾ ഇടറിപ്പോകും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഖളിർ പറയുന്നത് താങ്കൾക്ക് സ്വബറുണ്ടാവുകയില്ല എന്നെ പിൻപറ്റുവാൻ, എന്റെ കൂടെ സഞ്ചരിക്കാൻ ഉള്ള സബർ താങ്കൾക്കുണ്ടാവുകയില്ല. അതില്ലാത്തത് താങ്കളുടെ കുറ്റമല്ല, മറിച്ച് അത് എനിക്കറിയുന്ന പലതും താങ്കൾക്ക് അറിയില്ല എന്ന കാരണം കൊണ്ട് തന്നെ താങ്കൾ എന്റെ കൂടെ സഞ്ചരിച്ചാൽ കാണാൻ പോകുന്ന പല സംഭവങ്ങളിലും ഞാനെടുക്കുന്ന നിലപാടുകളെ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കാനുമുള്ള പ്രാപ്തി, അതിനുള്ള സ്വബർ താങ്കൾക്കുണ്ടാവുകയില്ല എന്നതാണ്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം ഗ്യാരണ്ടി കൊടുത്തു, താങ്കൾക്ക് എന്നെ ക്ഷമാലുവായി കാണാൻ പറ്റും, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു,
എപ്പോഴെങ്കിലും ക്ഷമകേട് കാണിച്ചാൽ, ഞാൻ സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ഞാൻ വെളിപ്പെടുത്തുമ്പോഴല്ലാതെ അതിനെക്കുറിച്ചുള്ള ചോദ്യശരങ്ങൾ ഉന്നയിച്ചാൽ നമ്മൾ തമ്മിൽ പിന്നീട് ഒത്തുപോവുകയില്ല, അവിടം വെച്ച് നമ്മൾ പിരിയേണ്ടി വരും എന്ന് കണ്ടീഷൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം സമ്മതിച്ചു. അങ്ങനെയാണ് ആ യാത്ര തുടർന്നത്. ആ യാത്രയിൽ 3 സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. ആ സംഭവങ്ങളുടെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സംഭവം വളരെ സ്വാലിഹുകളായ മുഅ്മിനുകളായ 2 മാതാപിതാക്കൾക്കുണ്ടായ കുരുത്തം കെട്ട ആ മാതാപിതാക്കളുടെ ജീവിതത്തെ തന്നെ വഴികേടിലാക്കുമെന്ന് ഭയപ്പെടുമാറ് കുരുത്തക്കേടിൽപ്പെട്ട ഒരു മകൻ, ആ മകനോട് ഖദിർ സ്വീകരിച്ച നിലപാട്, അദ്ദേഹം അവനെ കൊന്നുകളയുകയാണ്. പ്രത്യക്ഷത്തിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞല്ലോ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് തോന്നിയത്. കാര്യങ്ങളുടെ അവസാനത്തിൽ, കഥയുടെ ഏറ്റവും അവസാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഖദിർ പറയുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അങ്ങനെ നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ടതല്ല. കൺമുമ്പിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്ക് മുമ്പിലും പിന്നിലും അങ്ങനെയുള്ള പലതും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യത്തിലും ചാടിപ്പടന്ന് പെട്ടെന്ന് നിലപാടുകൾ സ്വീകരിച്ചുകൂടാ. കൺമുമ്പിൽ സംഭവിക്കുന്നത് വലിയ ഭീകരവാദവും വലിയ തീവ്രവാദവും എന്ന പേരിൽ ചാപ്പകുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടി ഒറ്റയടിക്ക് അതിൽ വിധിയുണ്ടാക്കരുത്. നമ്മൾ സൂക്ഷ്മതയോടെയും അവധാനതയോടെയും ഓരോ സംഭവ വികാസങ്ങളുടെ പിന്നിലുമുള്ള ആന്തരിക രാഷ്ട്രീയത്തെയും ഇന്നർ പൊളിറ്റിക്സിനെയും മനസ്സിലാക്കാതെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഭവങ്ങളിലും വിധി കൽപ്പിച്ച് തീരുമാനം പ്രഖ്യാപിച്ച് നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൂടാ എന്ന പാഠമാണത്. പിന്നിൽ നമ്മൾ അറിയാത്ത പല കളികളും ഉണ്ടാകും, പലതും ഉണ്ടാകും എന്നതാണ്. ഇവിടെ ഒരു കുടുംബത്തിൽ 2 മാതാപിതാക്കൾ ഒരു മകനിലൂടെ പരീക്ഷിക്കപ്പെട്ടതിന്റെ കഥയാണ്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് സാധുക്കളായ ഒരു കൂട്ടം മസാക്കീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത്. സാധുക്കളായ ഒരു കൂട്ടം ആളുകൾ, മിസ്കീനുകളായ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ആകെയുള്ള ഒരു കപ്പൽ ഒരു രാജ്യത്തെ ഭരണാധികാരിയാൽ, ഭരണകൂടത്താൽ കവർന്നെടുക്കപ്പെടാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കപ്പൽ പിടിച്ച ആകെയുള്ള സാമ്പത്തിക വരുമാന സ്രോതസ് അത് പിടിച്ചടക്കപ്പെടും, ഭരണാധികാരി അത് അന്യായമായി കവർന്നെടുക്കും എന്ന സാഹചര്യം മുന്നിലുണ്ടായപ്പോൾ അതിനെ തടയാൻ വേണ്ടി, ആ സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഖദിർ ഇടപെട്ട് നടത്തിയ പ്രവർത്തനമാണ്. അയാൾ കപ്പലിന്റെ ഒരു പലക ഊരിക്കളഞ്ഞ് കപ്പലിന് ദ്വാരമുണ്ടാക്കി. എന്നിട്ട് വെള്ളം കയറുന്ന കപ്പലായി മാറി ആ കപ്പൽ. തനിക്കും മൂസാക്കും യൂശാനും തന്നെയും സൗജന്യ യാത്ര അനുവദിച്ച ഒരു കപ്പൽ ഇങ്ങനെ കപ്പലിന്റെ പലകയൂരി അതിലേക്ക് വള്ളം കടന്ന് മുങ്ങുമാറുള്ള അവസ്ഥയിലേക്ക് അതിനെ മാറ്റിയതിന് എന്തിനാണ് എന്ന ചോദ്യം മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഭാഗത്തുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാം ഇതിങ്ങനെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ അതൊരു അന്യായം ചെയ്യുകയാണ്. പക്ഷേ അതിന് പിന്നിൽ അപ്പുറത്ത് ഒരു ഭരണകൂട ഭീകരത അപ്പുറത്തുണ്ടെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള തന്റെ ഇടപെടലാണതും എന്ന് ഖദിർ പ്രവാചകൻ പിന്നീട് ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത്തെ സംഭവം, പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾ ആതിഥേയത്വം ആവശ്യപ്പെട്ട ഒരു സമൂഹം, പക്ഷേ ഒരാളും ഒന്നൂട്ടുവാൻ, ഒന്ന് അഭയം നൽകുവാൻ സന്നദ്ധമാകാത്ത ഒരു നാട്ടിൽ വെച്ച് അവിടെ ആ നാട്ടുവാകാർക്ക് ഉപദ്രവകരമായി തീരും എന്നുള്ള നിലക്ക് പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു മതിൽ, ആ മതിലിനെ നേരെയാക്കാൻ ഖദിർ മുന്നോട്ട് വരികയും അത് നേരെയാക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങോട്ട് ഉപകാരം ചെയ്യാൻ സന്നദ്ധമല്ലാത്ത ഒരു സമൂഹത്തിനും ഒരു നാട്ടുകാർക്കും എന്തിനാണ് തിരിച്ചുപകാരം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് പ്രത്യക്ഷത്തിൽ മൂസാ പ്രവാചകനിൽ നിന്ന് ഖദിറിന് നേരെ ഉണ്ടായത്. ഖദിർ വിശദീകരിച്ചു, ഇത് സംഗതി അതല്ല. ആ മതിൽ വീഴുകയെന്ന് പറഞ്ഞാൽ താങ്കൾ കരുതുന്നത് പോലെയല്ല. അത് വലിയ ഒരു സംരക്ഷണ കവചം തകർന്നു പോകലാണ്. കാരണം അതിന്റെ കീഴിൽ
ദുർബലരായ 2 യതീം മക്കൾക്ക് വേണ്ടി അവരുടെ പിതാവ് കാത്തു സൂക്ഷിച്ചിട്ടുള്ള സമ്പത്തിനെ മറച്ചു നിന്നുകൊണ്ടാണ് ആ മതിലുള്ളത്. ആ മതിൽ വീണാൽ ആ സമ്പത്ത് പുറത്തു കാണും. അത് കാണുന്നവർ അതിനെ അന്യാധീനപ്പെടുത്തും, അവരത് പിടിച്ചെടുക്കും. അതുകൊണ്ട് ആ യതീം മക്കളുടെ ഭാവിക്ക് വേണ്ടി അവർ പ്രായപൂർത്തിയായി അവർക്ക് സമ്പത്ത് ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ സുരക്ഷിതമായി ആ സമ്പത്ത് അവർക്ക് വേണ്ടി നിലനിർത്താൻ വേണ്ടിയുള്ള സംരക്ഷണ കവചം തീർക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഇടപെടലെന്ന് ഖദർ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭരണഘടനയെ മറികടന്നുള്ള നിയമങ്ങളുണ്ടായി ഒരു സമുദായത്തിന്റെ അടിസ്ഥാന സമ്പത്ത് തന്നെ അന്യാധീനപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം തീർക്കുന്ന സംരക്ഷണ കവചങ്ങൾ, അങ്ങനെയുള്ള സാമൂഹികമായ ഇടപെടലുകൾ ഖദർ നടത്തിയിട്ടുള്ള 3 ഇടപെടലുകളും തന്റെ ഇൽമ വെച്ച്, ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേകം വെച്ച് അദ്ദേഹം ഇടപെട്ട 3 കേസുകളും സ്വന്തത്തിന് വേണ്ടിയായിരുന്നില്ല, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. ഒരു സാമൂഹിക, ഒരു സോഷ്യൽ ലീഡർ എന്നുള്ള നിലക്ക്, ഇൽമുള്ള ഒരു ലീഡർ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടലായിരുന്നു. അതിനുള്ള ഇൽമ്, ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേകം, അത് സവിശേഷമായി ഖദറിന് നൽകപ്പെട്ടത് ഖദറിൽ നിന്ന് സ്വായത്തമാക്കാനുള്ള യാത്രയാണ് മൂസാ പ്രവാചകൻ നടത്തിയത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഗുണപാഠം എന്ന് പറയുന്നത്, അങ്ങനെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ വിവേകം, അതിനാവശ്യമായ ജ്ഞാനം, അത് അവധാനതയോടുകൂടി അറിവ് നേടാനുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അത് ആരിൽ നിന്നാണെങ്കിലും അത് നേടിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും, കാര്യങ്ങളെ അവധാനതയോടെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്തി വേണം ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാനെന്നും, പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ഒന്നിന്റെയും പരിഹാരമല്ല, അത് വിവേകപൂർണമായ ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലപ്രദമായ നടപടികളായിരിക്കുകയില്ല എന്ന സൂചനയുമൊക്കെ ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.